നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതേ, നമ്മൾ ഇച്ചിരി പന പോലെ എടുത്തിട്ട് നമ്മൾ ഈ ഇതിനകത്ത് വേപ്പ് പിണ്ണാക്ക്, ആട്ടിൻ കഷ്ണം, എല്ലുപൊടി, ചാരം ഇത്രയും കൂടെ എടുത്ത് നമ്മൾ പിന്നെ ചീവക്കിഴങ്ങിൻ്റെ തലപ്പ് ഓടിച്ചുകൊണ്ട് കുത്തി വെക്കാൻ പോകും കേട്ടോ. നമ്മളത് ഇവിടെ ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് നമ്മൾ പന പോലെ ചെറുതായിട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ കുറച്ച് ഞാൻ കിളച്ചിങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളാണ്ട് ഈ കുഞ്ഞ് തൂമ്പ എടുത്താണ് നമ്മളൊന്ന് ലെവലാക്കി ഇട്ടേക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിച്ച് ചീവക്കിഴങ്ങ് 2-3 എടുത്ത് കുഴിച്ചിട്ടത് അതിനകത്തുനിന്ന് പൊട്ടിക്കിളിച്ച് കരപ്പാൻ ഞാൻ നാളൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒടിച്ച് കുത്തിയതൊക്കെ അത് കുറച്ച് ഞാൻ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പന പോലെ ഒരിക്കലേ നമുക്കത് നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ വിളവൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് നമ്മളിവിടെ പണ്ട് ഞാൻ 10 മണി നട്ട സമയത്ത് ഇവിടെ നിന്നൊക്കെ ആയിരുന്നു അന്ന് നമ്മൾ മണ്ണെടുത്തത്. അതാണ് ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നത്. അന്ന് ഞാൻ ഈ നമ്മുടെ ഇതൊന്നും വീഡിയോ ഒന്നും എടുക്കാത്തത് കൊണ്ടായിരുന്നു നമ്മൾ ഒത്തിരി 10 മണി ഉണ്ടായിരുന്നു. എനിക്ക് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, നമുക്കത് ചെയ്ത് നടന്ന് പോകുമായിരുന്നു. പിന്നെ നമ്മളെ ചുന്തിരി ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ ഇവിടെ തന്നെയാണ് നമ്മളൊരു ഇരുമ്പുമുളിയുടെ തൈ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ പയറിട്ടിട്ടുണ്ട്. നമ്മൾ ഒരു തീരെ പയർ ഇവിടെ ഒക്കെ ഇട്ടിരുന്നത്. ഇവിടെ ഞാൻ പയറിട്ടിട്ടുണ്ട്. ഇവിടെ എനിക്ക് മഞ്ഞളും പിന്നെ ഒരു ചേമ്പും, ഇവിടെ ഒരു ചേമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇച്ചിരി വളമിട്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ ഭാഗത്ത് ഒരു ഇച്ചിരി മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. കുറച്ചെങ്കിൽ കുറച്ച് നമുക്ക് തലപ്പിച്ചിരി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് എടുത്തൊരു ആഞ്ഞിൻ്റെ വേരിങ്ങനെ ഓടുന്നുണ്ടായതുകൊണ്ട് നമുക്കിങ്ങനെ കിളയ്ക്കുമ്പോൾ അറിയാൻ പറ്റും, തട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ കോവലിട്ടിട്ടുണ്ടായിരുന്നു. കോവലിൻ്റെ പന്തിൽ നമ്മൾ ഇവിടെ ആയിരുന്നു ഇട്ടിരുന്നത്. അതിൻ്റെ ആ ഒരു ചീനിക്കമ്പൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കി ചീനിക്കമ്പൊക്കെ ഒന്നായി നമ്മൾ പറക്കി ഇവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അന്ന് നമ്മൾ ഇവിളെയും കൊണ്ട് വന്ന സമയത്ത് ഇവള് തെള്ളി ഇട്ടായിരുന്നത്. തെള്ളി അതിൽ ആ ചീനിക്കമ്പിൽ നിൽക്കുന്നുണ്ട്. ആ തെള്ളി ഇടിയൊക്കെ ചെയ്ത് ഒടിഞ്ഞ് വീഴുകയൊക്കെ ചെയ്തായിരുന്നേ. അങ്ങനെ അതങ്ങ് പന്നലായിപ്പോയി. കുറച്ച് അത് കോവയ്ക്ക് നമുക്ക് കിട്ടിയുള്ളായിരുന്നു. നമ്മൾ കിടച്ചിട്ടിട്ടുണ്ട്. നമ്മളിച്ചിരി വലിയ കല്ലൊക്കെ നോക്കി പറക്കി നമ്മളിങ്ങനെ കളയണം. എല്ലുപൊടിയുണ്ട്, നമ്മുടെ വേപ്പിൻ പിണ്ണാക്കുണ്ട്, ചാമ്പലുണ്ട്, ആട്ടിൻ കഷ്ടമുണ്ട്. നമ്മുടെ ഈ ഇപ്പം മേടിച്ചൊരു ചെറിയൊരു തൂമ്പയാണ്. അതിനകത്തൊരു പിക്കാസിൻ്റെ കൂട്ടുള്ളൊരു ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ അതും വെച്ച് നമ്മളൊന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. നമുക്കിവിടെ എല്ലാം കാട് കിടക്കണം. ഈ കാടെല്ലാം ഒന്ന് വൃത്തിയാക്കണം. വൃത്തിയാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനും കൂടെ നടണം.
പോയിട്ട് ഇതിനകത്ത് കുത്തി വെക്കാനുള്ള ഈ ചീവക്കിഴങ്ങിൻ്റെ തലപ്പ് ഒടിച്ചുകൊണ്ട് വരാം. പിന്നെ കുറച്ച് തലപ്പ് ഇവിടെ നിൽപ്പുണ്ട് കണ്ടണ്ട, അത് നമുക്ക് ഒടിച്ച് നടാനായിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ കുത്തി വെക്കേണ്ടത്, അല്ലാതെ നമ്മൾ അതിന് ഇതിൻ്റെ തലപ്പ് കിട്ടേണ്ടേക്ക് നമ്മൾ കുറച്ച് ചീവക്കിഴങ്ങ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് നമ്മൾ അങ്ങനെ മേടിച്ച് കുഴിച്ച് നടാൻ പറഞ്ഞ് രാജധാനി എന്ന് പറഞ്ഞ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഞാനത് കുഴിച്ച് വെച്ചിട്ട് എനിക്ക് അതിൽ നിന്ന് തൈ കിട്ടിയ സമയത്താണ് ഞാനിങ്ങനെ പൊടിച്ച് വെച്ചത്. അപ്പം നമ്മൾ വിചാരിച്ച് പണം എടുത്ത് നമുക്ക് നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്കത് ഉപകാരപ്പെടും. ഇവിടുന്ന് എടുത്താലും മതി. നമ്മുടെ നമുക്ക് ഇതിൻ്റെ ഇല ഇരിക്കുന്നതേ കുറച്ച് കൊണ്ടുവരാം. നമ്മൾ വെച്ചിരുന്നു കണ്ടോ, ചേമ്പ് തോരൻ വെക്കുന്ന ചേമ്പ് കണ്ടോ നമ്മുടെ ഇല. ഇവിടെയൊക്കെ കാട് കയറി, മഴ പെയ്ത് ഭയങ്കരമായിട്ടാണ് കാട് കയറി. ഇപ്പോൾ ഞാനിത് കാട് പറിച്ച് കളഞ്ഞേ പറ്റത്തുള്ളൂ. നമുക്ക് ഇവിടെ ഭയങ്കര കാടാണ്. കണ്ടോ ഈ തലപ്പ് കണ്ടോ, ഇവിടെ കിടക്കുന്ന തലപ്പ് കണ്ടോ, ഇതെങ്ങനെ കുഴിച്ച് വെച്ച് തലപ്പാണ്. പക്ഷെ നമ്മുടെ കണ്ട കൊക്കക്ക ഉണ്ട്, ഇവിടെ കിടക്കുന്ന കൊക്കക്ക കണ്ടോ. ഈ കൊക്കക്ക അതുകൊണ്ട് അന്ന് ഉണ്ടായ കുഞ്ഞു കൊക്കക്കായൊക്കെ ഇപ്പോൾ വലുതായിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു ഇതുണ്ട്, ഇതിനകത്ത് കണ്ട് നമ്മുടെ ഇത് കണ്ടോ, ഇത് പെട്ടെന്ന് ഈ ഉറുമ്പ് കയറുന്ന വിശർ കയറി നശിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ പെട്ടെന്ന് പഴുത്ത് പോകുന്നു. അതുകൊണ്ടാണ് കാലിട്ടൊന്നാണ്ട് ഇതുണ്ടോ, ഒരു ഫംഗസിൻ്റെ ഇത് കണ്ടോ ഇങ്ങനെ ആവുന്നുണ്ട്. പെട്ടെന്ന് കുഞ്ഞു വേറൊന്ന് പഴുത്ത് പോകുന്നു. എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. കണ്ട് പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് വര വീണങ്ങ് കറക്കുക ഒരുമാതിരി ഉണ്ട്. ഇവിടെ കണ്ടോ, ഈ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് കാണാൻ പറ്റും ഈ ഒരു കാ കണ്ടോ, ഈ കായൊക്കെ പെട്ടെന്ന് ഉറുമ്പ് കയറി നശിപ്പിക്കുന്നതൊക്കെ പെട്ടെന്ന് ഉറുമ്പ് കയറുന്നത്. ഇതെന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടെ, ചോനൽ ഉറുമ്പ് കയറുന്നേ. ഈ ചോനലുറുമ്പ് കയറുമ്പോൾ അതിന് എന്തോ മരുന്നൊന്ന് പറഞ്ഞു തരണേ, അറിയാവുന്നവരെനിക്കൊന്ന് പറഞ്ഞു തരണേ. ഇതൊക്കെ മേടിക്കാൻ പോകുമ്പോൾ മരുന്ന് മേടിക്കണമെന്ന് മറന്നു പോകുന്നതാണ്, അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഈ തലപ്പൊക്കെ നമുക്കൊന്ന് ഒടിച്ചു വെക്കാം. വീടുകളിലൊക്കെ പണ്ടൊക്കെ അമ്മൂമ്മമാരൊക്കെ നമുക്ക് അപ്പന്മാരൊക്കെ കൃഷി ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പം ഒന്നും കാണാനും ഇല്ല. പണ്ടൊക്കെ വയലുകളിലൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കൂർക്ക ഈ ചീവക്കിഴങ്ങ് പറിച്ച് കഴിയുമ്പോൾ, നമ്മൾ വൃശ്ചിക മാസത്തിലൊക്കെ ഇത് പറിച്ച് കഴിയുമ്പം നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുള്ള സമയത്തൊക്കെ അതിനകത്ത് നമ്മൾ പറിച്ചിട്ട് ഇട്ടിട്ട് പോകത്തില്ലേ, അത് എടുത്തിട്ട് ഇട്ടിട്ട് പോകുമ്പോൾ അതിനകത്ത് കുഞ്ഞു പിന്നെ അതൊക്കെ പറിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട് പണ്ടൊക്കെ. ഇവിടെ ഭയങ്കര നമ്മുടെ കുളം ഉണ്ടാവും. നമ്മൾക്ക് ഇവിടെയൊക്കെ അങ്ങ് പോച്ച കയറി, ഇതിനകത്ത് മീൻ കിടപ്പുണ്ട്. നമ്മൾ അന്നിട്ട മീനൊക്കെ കിടപ്പുണ്ട്. ഇവിടെ അങ്ങ് പോച്ച കയറി കേട്ടോ. എൻ്റെ ജമന്തി ഉണ്ട്, ഇവിടെ എല്ലാം അരി വീണ് പിടിച്ചത് ഇതൊക്കെ. ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് വഴുതനങ്ങ ആയിട്ടുണ്ട്. ഒരു വഴുതനങ്ങ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് എടുക്കാമെന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വെച്ചിട്ട് ഇവിടെ കുത്തി വെച്ചിരുന്ന മുളകെടുത്തുണ്ട്. നമ്മളൊക്കെ അവിടെ ഒരു വാഴയിൽ കണ്ടു, അവിടെ കൊല പിടിച്ച് കിടന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നട്ട വാഴ അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാനന്ന് ആദ്യം വാഴ കൊണ്ടിട്ട് നമ്മൾ വളമൊക്കെ ചെയ്തില്ലായിരുന്നു. ആ വാഴയൊക്കെ പൊളിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇന്നൊരു ചേമ്പ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ചീനിയുണ്ട്. ആ ചീനിയുടെ കൂടെ ഞാൻ ഇന്നലെ അത് കൊത്തി വെച്ചിട്ടുണ്ട്. കണ്ടേ, പിന്നെ നമുക്കിവിടെ ഒരു ശംഖുപുഷ്പത്തിൻ്റെ തൈ നിന്നപ്പോൾ ഞാനത് പറിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്താ ചെയ്യുന്നത് അറിയുമ്പോൾ ഈ തേക്കിനകത്തൂടെ ഒരു വള്ളി കെട്ടിയിട്ടിട്ട് ഇതിങ്ങനെ കയറ്റി വിടാനായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ടോ. പിന്നെ നെല്ലാണെങ്കിൽ എൻ്റെ നെല്ല് കണ്ട മൊത്തം ഈ നെല്ല് മൊത്തം കണ്ടോ, ഈ നെല്ല് കണ്ടോ, ഈ കതിര് മൊത്തവും ചാടി തിന്നതാണ് കണ്ടോ. എനിക്കൊന്നും കിട്ടിയില്ല, നല്ല നെല്ലായിട്ട് കിട്ടിയില്ല. കണ്ടോ, ഇതെല്ലാം ചാടി ഇതിനകത്തൊന്നുമില്ല. ഇനിയിപ്പോൾ ചിങ്ങമാസം ആകുമ്പോൾ ഇത് കൊയ്തെടുത്ത് കച്ചി മാത്രമേ ഉള്ളൂ, അല്ല ഒന്നുമില്ല കേട്ടോ. നെല്ല് മൊത്തം തന്നെയല്ലേ കണ്ടോ, ഒന്നുമില്ലത് ചാഴി വിട്ട്. ഞാൻ ഈ ചാഴിക്ക് വളമിടാനായിട്ട് അമ്മ പറഞ്ഞിട്ട് പോലും ഞാൻ മേടിക്കാൻ പോയി താമസിച്ച് മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും ഇതിനകത്ത് ഒന്നും ഇല്ലാതായിപ്പോയി. എന്ന് വെച്ചാൽ അതാണ്ട് കറുത്ത് പോയി കണ്ടോ. കതിരൊന്നും ഇത് പൂവായി വരുമ്പോഴേ നമ്മൾ ചാഴിക്ക് മരുന്നടിക്കണം. ഒരു ദിവസം അടിച്ചില്ല, മൊത്തം പോയി കണ്ടോ. ഇതിനകത്ത് ഈ കച്ചിയൊക്കെ കണ്ടോ, ഇതിൻ്റെ മേളിൽ ഇവിടുന്ന് ഒരു ഓല വീണാ ഇതിങ്ങനെ കണ്ടോ, ഇത് മൊത്തം നല്ലതായിട്ട്. ഇനി നമ്മൾ ഇത് അറുത്ത് കഴിഞ്ഞിട്ട് ഇത് മൊത്തം നമ്മൾ കൊയ്തെടുത്തിട്ട് നമ്മൾ അടുത്ത നല്ല രീതിയിൽ നെല്ലിട്ടിട്ട് നമ്മൾ ഈ കുളം ഉണ്ടല്ലോ, ഇതൊരു പന്നക്കുളമായിരുന്നു. ഞാൻ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ട് ഇവിടെ ഇടുന്നത് ഇട്ടിട്ടെന്ന് വെച്ചാൽ ഇത് മൂടാൻ വേണ്ടി. ഇത് മൂടി ഇതായി കഴിഞ്ഞിട്ട് നമ്മളിത് മൂടി കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഈ ഇത്രയും ഭാഗത്തും കൂടെ നമ്മൾ ഈ നെല്ലിട്ടത് കരണ്ടിൽ ഇവിടെ നേരാണ്ട് ഈ ഭാഗത്താണ്
ഈ ഭാഗം വരെ നമ്മൾ കരനെല്ലിടാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മൂടി ഇതങ്ങ് തീ ഇട്ട് കളഞ്ഞിട്ട് ഇതങ്ങ് മൂടും. അപ്പോൾ ഇത് കൊയ്തെടുത്തിട്ട് തീ ഇടാൻ പറ്റും. ഇല്ലെങ്കിൽ മൊത്തം ആ തീയുടെ നാക്ക് കൊണ്ട് കരിയും. അതുകൊണ്ട് അത് കൊയ്തെടുത്തിട്ട് ഉടനെ ഇതെല്ലാം വാരിയിട്ട് ഇവിടുത്തെ തീ ഇട്ടിട്ട് നമ്മൾ ഇവിടെ നേരെ നമ്മളിത് കരനെല്ലിടാനുള്ള പണിയാണ് നമ്മൾ നോക്കിയിട്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചാഴിക്ക് മരുന്നൊന്ന് നല്ല രീതിയിലടിക്കും. പാടം തന്നത് നല്ല രീതിയിലൊന്നും നോക്കാമെന്ന് വെച്ചാൽ ചാഴിക്ക് മരുന്നടിക്കുന്ന സമയത്ത് ഞാൻ അടിച്ചില്ല. 4 മണിപ്പൂ വേറൊരു കളർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അരി കൊണ്ടുവന്ന് പാവി അത് കിളിച്ച് കണ്ട് അത് അരി കൊണ്ടുവന്ന് പാവി നമുക്ക് കണ്ട് ഇത് കിളിച്ച് നിൽക്കുക. കിളിക്കാത്ത ഞാൻ കൊണ്ടുവന്ന് പാവി വെച്ചാലുണ്ടോ ഇത് മഞ്ഞയും ചുവപ്പും കൂടെ ചേരുന്നതാണ് ഈ കളർ. അത് പാവി എന്തായാലും കിളിച്ചിത്ര നിൽക്കണം. ഞാൻ അത് നടുന്നില്ല. ഇതുണ്ടോ അപ്പം നമ്മൾ സന്ധ്യയായിട്ടുണ്ട്. നമ്മൾ തലപ്പ് നമ്മൾ നടാൻ പോവാണേ. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. കുത്തി വെച്ചാൽ മാത്രം മതി, അതൊന്നും വേണ്ട. വേറെ ഒന്നും വേണ്ട. ഇങ്ങനെ ഒന്ന് കുത്തി വെച്ചാൽ മാത്രം മതി, ഇതങ്ങ് ഉണ്ടായിക്കോളും. ആവയല്ല ഇത് പെട്ടെന്ന് ഇതിന് വേര് ഇറങ്ങും തണ്ടിന്. അതുകൊണ്ട് നമുക്കിത് കിളിക്കത്തില്ല എന്നൊന്നും പറയണ്ട, പെട്ടെന്ന് കിളിച്ചോളും. കുറച്ച് ഇവിടെ വേണം, നമുക്ക് കുറച്ചുകൂടെ പറിച്ചു വരാം. കുറച്ചുകൂടെ വേണം. ഇവിടെ തലപ്പെടുത്തുന്നല്ലേ. ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ രണ്ട് ചീവക്കിഴങ്ങ് നമ്മൾ 2 വിത്തെടുത്ത് നമ്മൾ പാവി വിത്തിനകത്തുനിന്ന് പിന്നെ നമുക്ക് തലപ്പ് കിട്ടി. നമ്മളത് പിന്നെ അത് കട്ട് ചെയ്ത് നമ്മൾ വേറെ ഇച്ചിരി റൗണ്ടിനൊന്ന് പണിഞ്ഞ് അതിനകത്തു നിന്നാണ് ഈ തലപ്പ് നമ്മൾ നട്ടേക്കുന്നത്. അപ്പോൾ ഈ തലപ്പ് ഇനി ഇവിടെ കിടന്ന് ഇനി മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് പിടിച്ചോളും. പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിനെന്തെങ്കിലും വളമൊക്കെ ഇട്ട് ഒന്നും കൂടെ കൂട്ടി വാരിവൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ മതി. ഇപ്പോൾ കളയൊന്നും കയറാതെ നമ്മൾ വൃത്തിയാക്കി ഇട്ടാൽ മതി. പിന്നെ നമ്മൾ വൃശ്ചികമാസമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഇത് എടുക്കുകയും ചെയ്യാം. പിന്നെ ഇത്രയുള്ള ഞാൻ ചെയ്യാനിരുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് പച്ചക്കറിയുടെ വിത്തുകളൊക്കെ നമ്മൾ പാവിയിട്ടേ ഉള്ളൂ. പയറൊക്കെ പയർ നമ്മളിവിടെ ഞാൻ പാവി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പാവിയൊക്കെ പയർ കേട്ടോ. അപ്പം നമുക്ക് സുന്ദരിയും കൊണ്ട് നമുക്ക് സന്ധ്യയായി നമുക്ക് കയറിപ്പോയി. ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമെന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ആ കോവലൊക്കെ കണ്ട് ഇവിടെ കിടന്ന കോവൽ നമ്മളിവിടെ നിർത്തിയ കോവല കണ്ട് ഇതിനകത്തൊക്കെ കയറി പടന്നത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വെയിൽ കിട്ടുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ പിടിക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.
ടാറ്റ.